മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങയുടെ ജനത്തിൻ്റെ, അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി. അങ്ങ് ദുഷ്ടൻ്റെ ഭവനം തകർത്തു, അതിൻ്റെ അടിത്തറ വരെ അനാവൃതമാക്കി. സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനത്തിലൂടെ, പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ഉറപ്പുള്ള വാഗ്ദാനമായത്. അങ്ങയുടെ ജനത്തിൻ്റെ, അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി. അങ്ങ് ദുഷ്ടൻ്റെ ഭവനം തകർത്തു, അതിൻ്റെ അടിത്തറ വരെ അനാവൃതമാക്കി. സ്നേഹമുള്ളവരെ, തൻ്റെ ജനത്തിന് വേണ്ടിയും തൻ്റെ ജനത്തിന് ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി താൻ അഭിഷേകം ചെയ്തിരിക്കുന്ന അഭിഷിക്തന് വേണ്ടിയും താൻ യുദ്ധം ചെയ്യും, താൻ പോരാടും. താൽക്കാലികമായ തിക്താനുഭവങ്ങളെക്കുറിച്ചോ ബാഹ്യമായ പരാജയ തോന്നലുകളെക്കുറിച്ചോ ഉത്കണ്ഠ വേണ്ട, ഭയം വേണ്ട എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, നാം പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ, പ്രബലരായ ശത്രു രാജ്യങ്ങളെ, ശത്രു സൈന്യങ്ങളെ നേരിടേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രബലമായ ശക്തികളും പ്രബലമായ സാഹചര്യങ്ങളും പ്രബലമായ സൈന്യങ്ങളൊന്നും ദൈവരാജ്യത്തെ അല്ലെങ്കിൽ ദൈവജനത്തെ നശിപ്പിക്കുവാൻ പോരുന്നതല്ലായിരുന്നുവെന്ന് നാം അവിടെ മനസ്സിലാക്കുകയാണ്. എത്രയോ ഭീകരമായ, ഭീതിജനകമായ സാഹചര്യങ്ങളിൽ ദൈവം അത്ഭുതകരമായി തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. മക്കബാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസിച്ചേൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്ന് അവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹെലിയാദോറസ് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ, രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദേവാലയത്തിലെ സ്വത്തുക്കൾ സ്വന്തമാക്കുവാൻ ഒരു വ്യക്തി കടന്നു വരികയാണ്. രാജാവിൻ്റെ കൽപ്പന പ്രകാരമാണ് അത് ചെയ്യുന്നത്. രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുന്നത്. ദേവാലയത്തിലെ ദൈവികമായ സമ്പത്ത്, ദേവാലയത്തിലെ ദൈവദത്തമായ നിധികൾ, സമ്പത്തുകൾ, അത് സംരക്ഷിക്കുവാൻ സാധിക്കാത്ത ദുർബലരായ പുരോഹിതര് ദൈവജനത്തോട് ചേർന്ന് എന്താ ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. മക്കബർ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ജനം ഒരുമിച്ച് സാഷ്ടാംഗം വീണ് കിടക്കുന്നതും ഉത്കണ്ഠയാർന്ന മഹാപുരോഹിതൻ കഠിന വേദന അനുഭവിക്കുന്നതും അതിദയനീയമായ കാഴ്ചയായിരുന്നു. വിശ്വസിച്ചേൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്ന് അവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹെലിയാദോറസ് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ സകല ശക്തികളുടെയും സാമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു. ഹെലിയാദോറസിനെ അനുഗമിക്കുവാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിൻ്റെ ശക്തി ദർശിച്ച് സ്തബ്ധരും ഭയചകിതരുമായി. പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഹെലിയാദോറസിൻ്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞു ചെന്ന് മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു.
കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നവനായി കാണപ്പെട്ടു. അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ 2 യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറസിന്റെ ഇരുവശങ്ങളിൽ നിന്ന് അവനെ നിരന്തരം പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു. അവൻ പെട്ടെന്ന് നിലംപതിച്ചു. അന്ധകാരം അവനെ മൂടി. അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചത്തിൽ കിടത്തി. അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ പ്രവേശിച്ച ഇവൻ അപ്പോൾ തന്നെ തികച്ചും നിസ്സഹനായി തീർന്നു. അവർ ദൈവത്തിൻ്റെ പരമമായ ശക്തി ദർശിച്ചു. ദൈവത്തിൻ്റെ കരമേറ്റ് സംസാര ശക്തി നഷ്ടപ്പെട്ട് അത് വീണ്ടും കിട്ടുമെന്ന പ്രതീക്ഷയേറ്റ് ഹെലിയോദോറസ് നിലത്ത് വീണ് കിടക്കുമ്പോൾ സ്വന്തം ആലയം രക്ഷിക്കുവാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ യഹൂദജനം വാഴ്ത്തി. അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റുനിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം അലതല്ലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ വിശ്വസിച്ചേൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്ന പുരോഹിതരെ പ്രാർത്ഥിച്ചത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ മനോഹരമായ ഒരു ഉപമ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സമറിയാക്കാരൻ്റെ ഉപമ. നല്ല സമറിയാക്കാരനായ ഈശോ പാപം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്, കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും വേണ്ടിയ, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ജീവൻ അതിൻ്റെ സമൃദ്ധിയിലുണ്ടാകുവാനും വേണ്ടിയ. ദേവാരാധനയുടെ ദേവാലയത്തിന് നഗരമായ ജെറൂസലേമിൽ നിന്ന് പാപത്തിന് നഗരമായ ജെറിക്കോയിലേക്ക് നടക്കുവാൻ ആരംഭിച്ച ആ മനുഷ്യൻ, മാമോദീസ എന്ന കൂദാശയിൽ ജീവിതം ആരംഭിച്ച് പാപത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ച ആ മനുഷ്യൻ പാപത്തിൻ്റെ പിശാചന്റെ തിന്മയുടെ കയ്യിൽപ്പെട്ട് നഗ്നനാക്കപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവനെ പോലെ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവനായിരിക്കുന്ന അവസ്ഥ കണ്ട് താനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവനായിരിക്കുന്ന ഇടത്തിലേക്ക് ഇറങ്ങി വന്ന നല്ല സമറിയാക്കാരനായ ഈശോ. ആ നല്ല സമറിയാക്കാരനായ ഈശോ പരിശുദ്ധാത്മാവും വിശുദ്ധ കുർബാനയുമാകുന്ന ആത്മീയ ലേപനം കൊണ്ട് അവൻ്റെ മുറിവുകൾ കഴുകി വെച്ച് കെട്ടി. നമുക്കറിയാം ജെറമിയയുടെ പ്രവചനം 8-ാം അധ്യായം 21-22 വാക്യങ്ങൾ, ഗിലിയാദിലെന്തേ ഔഷധമില്ലേ, അവിടെ ഭിഷുങ്കരനില്ലേ, പിന്നെ എന്തുകൊണ്ടാ എൻ്റെ ജനത്തിൻ്റെ മുറിവ് ഉണങ്ങാത്തത്? സ്നേഹമുള്ളവരെ, ഈശോ സ്ഥാപിച്ച മരുന്നും ഈശോ തന്നെയായ ഭിഷുങ്കരനുമായി വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവുമായി കൂദാശകളും പ്രാർത്ഥനകളുമായി ഈശോ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവനെ സുഖപ്പെടുത്തി അവനെ സത്രത്തിൽ കൊണ്ടുപോയാക്കി. നമുക്കറിയാം എന്താ ആ സത്രമെന്ന്. തൻ്റെ 2ാമത്തെ ആഗമനം വരെ തൻ്റെ പീഡാസഹന കുരിശമരണ പെസഹ രഹസ്യങ്ങളിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തികളെയും ശുശ്രൂഷിക്കുവാനും സംരക്ഷിക്കുവാനുമായി ഈശോ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഭവനം, രക്ഷയുടെ ഭവനമ സഭയാകുന്ന സത്രമെന്ന് പറയുന്നത്. ആ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ ഈശോ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവനെ അല്ലെങ്കിൽ ഇവരെ നോക്കിക്കൊള്ളണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ തൻ്റെ ചോര കൊടുത്ത് തൻ്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത ആത്മാക്കളെ ശുശ്രൂഷിക്കുവാനായി ഈശോ ഭരമേൽപ്പിച്ചിരിക്കുന്ന രക്ഷയുടെ ഭവനമ സഭയാകുന്ന സത്രമെന്ന് പറയുന്നത്. ഈ സഭയാകുന്ന സത്രത്തിൽ ഈശോ നിക്ഷേപിച്ചിരിക്കുന്ന നാണയങ്ങള്, നിധികള്, സമ്പത്തെന്ന് പറയുന്നത്, ഈ 2 ദനാറകളെന്ന് പറയുന്നത് സഭയുടെ പ്രാർത്ഥനകള് അഥവാ സഭയുടെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകള്, സഭയുടെ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദങ്ങള്, അതുപോലെ സഭയുടെ കൂദാശകള്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഭയാകുന്ന രക്ഷയുടെ ഭവനത്തിൽ
മിശിഹ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടത്, അത് അർഹിക്കുന്നവർക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടേണ്ടത് സഭാമക്കളായ, സഭയിലെ ശുശ്രൂഷകരായ പുരോഹിതരുടെയും സഭയുടെ ഓരോ മക്കളുടെയും കടമയാണ്. ഇവിടെ എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു. പുരോഹിതര് വലിയ ഹൃദയവേദനയോടെ, ഉത്കണ്ഠയോടെ വ്യാപരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ദൈവജനത്തിന്റെ ചരിത്രവും പുതിയ നിയമത്തിലെ സഭയുടെ ചരിത്രവും എന്ന് പറയുന്നത് വിപരീത സാഹചര്യങ്ങളോട്, പ്രതിലോമ ശക്തികളോട് പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്വത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ത്യാഗത്തിൻ്റെയും മാർഗത്തിലൂടെ പ്രതികരിച്ച സഭയുടെ ചരിത്രമാണ്. ഈ കാലഘട്ടത്തിൽ കൂദാശകളെക്കുറിച്ചും സഭയുടെ ശുശ്രൂഷകളെക്കുറിച്ചും വിവാദങ്ങളും അരുതാത്ത പ്രബോധനങ്ങളും അരുതാത്തതായ പ്രചരണങ്ങളും നടക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയമായ അധികാരങ്ങളും രാഷ്ട്രീയമായ ശക്തികളും ഉപയോഗിച്ച് സഭയുടെ സമ്പത്ത് സഭയിൽ നിന്ന് അപഹരിക്കാമെന്ന് വിചാരിക്കുന്നതായ ശക്തികൾക്കെതിരെ ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യവും ഈ കാലഘട്ടത്തിൻ്റെ വിശ്വാസ സമൂഹവും ഒന്നു ചേർന്ന് ത്യാഗത്തോടെ, വേദനയോടെ, ഉപവാസത്തോടെ, പ്രാശ്ചിത്വത്തോടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഏത് ശക്തിയെയും ദൈവത്തിൻ്റെ ശക്തി അതിശയിക്കും, അതിലംഘിക്കും, അതിജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഭയുടെ ചരിത്രത്തിൽ സഭ കടന്നുപോയ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് സഭയുടെ പിറവിയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായ പാഷണ്ഡതകളുടെ ചരിത്രമാണ്. പ്രത്യേകിച്ച് ആര്യനിസം എന്ന പാഷണ്ഡതയുടെ ചരിത്രം. ഈ ആര്യനിസം എന്ന പാഷണ്ഡതയുടെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്തുണ്ടായിരുന്ന മെത്രാന്മാരുടെയും വൈദികരുടെയും ഒരു നല്ല ശതമാനം ആര്യൻ പാഷണ്ഡതയുടെ പക്ഷത്ത് ചേർന്നു. അതിന് കാരണമായി ചരിത്രകാരന്മാർ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ റോമിൻ്റെ ഔദ്യോഗിക വിശ്വാസമായി പ്രഖ്യാപിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ ചില രാഷ്ട്രീയ കാരണങ്ങളുടെ പ്രായോഗിക വിവേകത്തിൻ്റെ കാരണം കൊണ്ട് ആര്യൻ പാഷണ്ഡതയുടെ പക്ഷം ചേർന്നു എന്നുള്ളതായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലെ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അതിനോട് തുലനം ചെയ്യുമ്പോൾ ഒട്ടും ഭയാനകമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സഭയ്ക്കകത്ത് നിന്ന് സഭയെ നശിപ്പിക്കുവാൻ, സത്യവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അരുതാത്ത വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വൈദികരുടെയോ മെത്രാന്മാരുടെയോ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരം മാത്രമാണ്, വളരെ നിസ്സാരം മാത്രമാണ്. അതിനു പകരം ഇന്ന് സഭ അഭിമുഖീകരിക്കുന്നതായി ഇന്ന് നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന ഈ പ്രതിസന്ധികളെ ഓർത്ത് കരയുകയും വേദനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് വൈദികർ ഈ കാലഘട്ടത്തിലുണ്ട്. ഒരുപാട് സമർപ്പിതരുടെ വലിയ സംഘമുണ്ട്. ഒരുപാട് വിശ്വാസികളുണ്ട്. സ്നേഹമുള്ളവരെ, സ്വന്തം ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ മണൽ വിരിച്ച് ആ മണലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ചെറുപ്പക്കാരും ഈ കാലഘട്ടത്തിൽ ധാരാളമുണ്ട്. അതേ സ്നേഹമുള്ള അച്ഛന്മാരെ, അതേ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, അത്തരത്തിൽ ആരും അറിയാതെ സ്വന്തം വീടിൻ്റെ രഹസ്യാത്മകതയുടെ അകത്തളങ്ങളിൽ മണൽ വിരിച്ച് ഉപവാസമെടുത്ത് ത്യാഗമെടുത്ത് മുട്ടുകുത്തി പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വിശ്വാസ വീരന്മാരായ ആ ക്രൈസ്തവ പോരാളികളുടെ പക്ഷത്ത് ചേരുവാനാ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരെയും വിളിക്കുന്നത്. സാധിക്കുമോ എന്നുള്ളതാ സ്നേഹമുള്ളവര്, സഭയുടെ സമ്പത്ത, സഭയുടെ കൂദാശകൾ എന്ന് പറയുന്നത്, സഭയുടെ സമ്പത്ത, സഭയുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അമ്പരചുംബികളായ കെട്ടിട സമുച്ചയങ്ങളോ സ്ഥാപനങ്ങളോ അല്ല സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അതൊന്നും സഭയുടെ യഥാർത്ഥ സമ്പത്തല്ല. അതൊന്നും നഷ്ടപ്പെട്ടാൽ സഭയ്ക്കൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല.
പിന്നെയോ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നിധികുംഭങ്ങളെ ഭൂമിക്ക് സംലഭ്യമാക്കുന്ന കൂദാശകളും പൗരോഹിത്യത്തിൻ്റെ ആശീർവാദങ്ങളും പ്രാർത്ഥനകളും ശുശ്രൂഷകളുമാണ്. അത് നഷ്ടമായ പിന്നെ സഭയ്ക്കൊന്നുമില്ല. സഭയുടെ കൂദാശകള സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. സഭയുടെ പാരമ്പര്യങ്ങള വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും പരമ്പരാഗതമായ സനാതനമായ പ്രബോധനങ്ങളും ഒക്കെയ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അവയുടെ മേൽ ശത്രു കൈവെക്കുന്ന സാഹചര്യം വന്നാൽ അതിനോട് നിസ്സംഗതയോടെ പ്രതികരിക്കാൻ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്ക് സാധിക്കുകയില്ല. മിശിഹയുടെ മൗലിക ശരീരത്തോട് ജ്ഞാനസ്നാനമെന്ന മാമോദീസ എന്ന കൂദാശയിലൂടെ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസിക്കും അതിനോട് നിസ്സംഗതയോടെ പ്രതികരിക്കാൻ സാധിക്കില്ല. പക്ഷെ സ്നേഹമുള്ള സഹോദരങ്ങളെ തിരിച്ചറിയണം, നമ്മുടെ യഥാർത്ഥമായ ആയുധമെന്ന് പറയുന്നത്, നമ്മുടെ യഥാർത്ഥമായ ശക്തി എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയ അല്ല, അത് മാസ് മീഡിയയുമല്ല, TV ചാനലുകളല്ല, വാർത്താ ചാനലുകളല്ല, വാർത്താ ചാനലുകളിലെ നികൃഷ്ടമായ ചർച്ചകളല്ല, പിന്നെയോ ആരുമറിയാതെ സ്വന്തം വ്യക്തിജീവിതത്തിൻ്റെ സ്വകാര്യതയുടെ അകത്തളങ്ങളിൽ രഹസ്യങ്ങൾ അറിയുന്ന ദൈവപിതാവിൻ്റെ മുമ്പിൽ ത്യാഗത്തോടും വേദനയോടും പ്രാശസ്ത്യത്തോടും കൂടി പ്രാർത്ഥിക്കുക എന്ന ആശക്തിയുള്ള ആയുധമ. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള ശക്തിയുള്ള ആയുധമ. സ്നേഹമുള്ള വൈദികരെ, സ്വന്തം ദേവാലയത്തിൻ്റെ, സ്വന്തം ആശ്രമത്തിൻ്റെയോ ദേവാലയത്തിൻ്റെയോ സക്രാലിയുടെ മുമ്പിൽ പോയി ബലിപീഠത്തിനും സക്രാലിക്കുമിടയിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് ത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന പുരോഹിതന്റെ പ്രാർത്ഥനയ ഈ കാലഘട്ടത്തിലെ സഭയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ ഓരോ പുരോഹിതനും ഓരോ സമർപ്പിതർക്കും സാധിക്കുമെങ്കിൽ ഈ പ്രതിസന്ധിയൊക്കെയും കടന്നു പോകും. സഭയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രതിസന്ധിയും പോലെ സഭ നിഷ്പ്രയാസം അതിജീവിക്കുന്ന ഒരു പ്രതിസന്ധിയായി നാളെയുടെ തലമുറ ചരിത്രം വായിച്ചു പഠിക്കും. നാം തീരുമാനിക്കേണ്ടത്, വിശ്വാസികളെന്ന് കരുതപ്പെടുന്ന നാം തീരുമാനിക്കേണ്ടത് എപ്രകാരമായിരിക്കണം ഈ പ്രതികൂല സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്ന് നാം തീരുമാനിക്കേണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു സംഭവത്തിൻ്റെ വിവരണം നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ അമലേക്യർ വന്ന് ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുന്ന ഒരു സംഭവം. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. സ്നേഹമുള്ള സഹോദരങ്ങളെ, മലമുകളിൽ വിരിഞ്ഞ കരങ്ങളുമായി മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമലേക്കെതിരെയുള്ള യുദ്ധത്തിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. മോശയുടെ കരങ്ങൾ തളർന്നപ്പോൾ, താന്നപ്പോൾ, സ്നേഹമുള്ള ദൈവജനമേ, അഹ്റോനും ഹൂറും ചേർന്ന് മോശയുടെ കരങ്ങൾ ഇരുവശങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ ദൈവജനം യുദ്ധത്തിൽ വിജയിച്ചു. സ്നേഹമുള്ള ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ പുരോഹിതർക്ക് ആത്മീയമായി പ്രാർത്ഥനയുടെ പ്രാശ്ചിത്തത്തിൻ്റെ ശക്തി പകരേണ്ടത് ദൈവജനമാണ് എന്ന് ദൈവജനം തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് പുരോഹിതർക്കും സമർപ്പിതർക്കും നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന സമ്മാന പൊതികൾ കൊണ്ട് സന്തോഷിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ
അവൻ്റെ ആത്മാവിൽ പൗരോഹിത്യത്തിൻ്റെ മുദ്രണത്തിലൂടെ കടന്നു വന്ന ദൈവിക ജീവൻ്റെ അഗ്നി കെട്ടുപോകുവാൻ നിങ്ങൾ കാരണമാകുന്നുവെന്ന് മറന്നു പോകരുത്. ഇന്ന് സമ്മാന പൊതികളിലൂടെ പുരോഹിതരെയും സമർപ്പിതരെയും ആത്മീയ ആലസ്യത്തിലേക്ക് നയിക്കുന്ന ദൈവജനം ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം. അവർക്ക് വേണ്ടി വിരുന്നൊരുക്കുകയല്ല, അവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പുകയല്ല, അവർക്ക് സമ്മാന പൊതികൾ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ ത്യാഗത്തോടും ഉപവാസത്തോടും പ്രായശ്ചിത്തത്തോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പുരോഹിതരെയും സമർപ്പിതരെയും ആത്മീയമായി ശക്തിപ്പെടുത്തുവാനുള്ള കടമ ഇന്ന് ദൈവജനത്തിനുണ്ട്. കാരണം ത്യാഗത്തിൻ്റെയും വേദനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഈ ആത്മീയ പശ്ചാത്തലത്തിൽ പുരോഹിതരെന്ന പ്രവാചക ഗണം യഥാർത്ഥ ദൈവജനത്തിൻ്റെ പ്രവാചകത്വം ഏറ്റെടുത്തിരിക്കുന്ന ഈ സമർപ്പിതരും പുരോഹിതരും ദൈവത്തിനെതിരെ മുമ്പിൽ മലമുകളിൽ, മധുബഹ എന്ന മലമുകളിൽ, കാൽവരി എന്ന മലമുകളിൽ സക്രാലിയുടെ മുമ്പിൽ വിരിഞ്ഞ കരങ്ങളുമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിനെതിരെ, ദൈവരാജ്യത്തിനെതിരെ പൈശാചിക ശക്തികൾ ഉയർത്തുന്ന ഈ പോരാട്ടത്തിൽ ദൈവജനത്തിന് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതേ ദൈവജനമേ, ഈ ഒരു പാരസ്പര്യതയുടെ അനിവാര്യത ഈ കാലഘട്ടത്തിൽ സഭാ ശുശ്രൂഷയിലുണ്ട്. പുരോഹിതരുടെയും സമർപ്പിതരുടെയും ത്യാഗത്തോടും വേദനയോടും കൂടിയുള്ള പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അതിൻ്റെ പ്രതിസന്ധികളെയും പ്രതിലോമ ശക്തികളെയും അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പുരോഹിതർക്കും സമർപ്പിതർക്കും സാധ്യതമാകണമെങ്കിൽ സാധാരണ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലമുണ്ടാകണം. അങ്ങനെ ദൈവജനം ഒന്നടങ്കം ശിരസ് മുതൽ പാദം വരെ മിശിഹായുടെ മൗതിക ശരീരം മുഴുവൻ ഒന്നടങ്കം ഏക മനസ്സോടും ഏക ഹൃദയത്തോടും കൂടി, ഏക വിചാരത്തോടും ഏക ചിന്തയോടും കൂടി സഭയോട്, സഭയുടെ മൗതിക ഘടനയോട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, പ്രായശ്ചിത്തം ചെയ്യുവാൻ പരിശ്രമിക്കുമ്പോൾ ഈ പറയുന്ന ഇന്ന് അഭിമുഖീകരിക്കുന്നതായി കാണപ്പെടുന്ന സമകാലിക സഭ അഭിമുഖീകരിക്കുന്നവെന്ന് പറയപ്പെടുന്ന പ്രതിസന്ധികളെല്ലാം നിഷ്പ്രയാസം അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ദൈവവചനത്തിൻ്റെ ആന്തരിക ചൈതന്യത്തെ നമുക്ക് സ്വന്തമാക്കാം. ഇന്ന് സഭ നേരിടുന്ന ഈ ഒരു കൾച്ചറൽ വാർ, സാംസ്കാരിക യുദ്ധം, ഈ സാംസ്കാരിക യുദ്ധം പൈശാചികതയുടെ യുദ്ധമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കേവലം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നാം യുദ്ധം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ യുദ്ധത്തിൽ മാനുഷികമായ ആയുധങ്ങൾ മതിയാവുകയില്ല. ആത്മീയമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്, ആത്മീയമായ ശക്തി സ്വീകരിച്ചുകൊണ്ട്, സ്വർഗത്തിൻ്റെ ആയുധമെടുത്തുകൊണ്ട് ഈ യുദ്ധത്തിൽ നമുക്ക് ഇടപെടാം. അങ്ങനെ ദൈവരാജ്യം വിജയിക്കുന്ന ആ നല്ല നാളുകൾക്ക് വേണ്ടി നമുക്ക് നിശബ്ദമായി പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.